ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബലത്ത് ശരീഅത്തെന്നും കാടലുള്ളോവർ, ഇടത്ത് ഹഖീഖത്തെന്നും കാടലുള്ളോവർ. മഹാനായ മുഹീദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ വലത് ഭാഗത്ത് ശരീഅത്ത് എന്ന കടലും ഇടത് ഭാഗത്ത് ഹഖീഖത്ത് എന്ന കടലും ഉണ്ട് എന്നാണ് ഈ വരിയിലൂടെ വർണ്ണിക്കുന്നത്. കടൽ എന്നത് ഒരു ആലങ്കാരികമായ പ്രയോഗമാണ്. സമുദ്ര സമാനമായ അറിവുള്ളവർ എന്ന് സാധാരണ പ്രയോഗിക്കാറുണ്ടല്ലോ. മഹാനായ മുഹീദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു ശരീഅത്തിൽ ആഴത്തിൽ പഠിക്കുകയും അക്കാലഘട്ടത്തിൽ മഹാനവറുകളെ വെല്ലുന്ന ഒരാൾ ഇല്ലാത്ത വിധം അത്രയും ശരീഅത്തിൻ്റെ ഇൽമിൽ അവഗാഹം നേടുകയും ചെയ്ത മഹാനായിരുന്നു. ശരീഅത്തിൻ്റെ ഇൽമുകൾ പഠിക്കുക മാത്രമല്ല, അത് ജീവിതത്തിൽ പകർത്തുന്ന വിഷയത്തിലും വളരെയധികം ശ്രദ്ധയും നിർബന്ധവും പുലർത്തിയ ആളായിരുന്നു മഹാനായ മുഹീദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു. ചില മഹാന്മാർ ആത്മീയമായി വലിയ ഉന്നതിയിലെത്തുമ്പോൾ ശരീഅത്തിൻ്റെ നിയമങ്ങൾ അവരുടെ ബാഹ്യമായ ജീവിതത്തിൽ പ്രകടമായി കാണാതിരിക്കുന്ന അവസ്ഥ ഉണ്ടാകാറുണ്ട്. എന്നാൽ മഹാനായ മുഹീദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിന് ആ രീതിയിലുള്ള യാതൊരു കാര്യങ്ങളും ഉണ്ടായിട്ടില്ല. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആത്മീയമായി വളരെ ഉന്നതിയിൽ വിരാജിക്കുമ്പോഴും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ശരീഅത്തിൻ്റെ അതിസൂക്ഷ്മമായ നിയമങ്ങൾ പോലും പാലിച്ച് മാതൃക കാണിച്ചതുപോലെ മഹാനായ മുഹീദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹും വളരെ കൃത്യമായി ശരീഅത്തിൻ്റെ നിയമങ്ങൾ ജീവിതത്തിൽ പാലിച്ചുകൊണ്ടാണ് മാതൃക കാണിച്ചത്. ഇടത് ഹഖീഖത്തെന്നും കാടലുള്ളോവർ. മഹാനായ മുഹീദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഇടത് ഭാഗത്ത് ഹഖീഖത്ത് സമുദ്ര സമാനമായി ഉണ്ടായിരുന്നു. ഹഖീഖത്ത് എന്ന് പറയുമ്പോൾ മനുഷ്യൻ ശരീഅത്തിൻ്റെ നിയമങ്ങളൊക്കെ പൂർണ്ണമായും പാലിച്ച് തരീഖത്തിലൂടെ അതിസാഹസികമായി യാത്ര ചെയ്ത് ഹഖീഖത്ത് എന്ന് പറയുന്ന ഉന്നതമായ സ്ഥാനത്തേക്ക്, ലക്ഷ്യത്തിലേക്ക് എത്തുക, അള്ളാഹുവിൻ്റെ നൂറാനിയത്തിൻ്റെ ദർശനം ആസ്വദിക്കുന്ന ഉന്നതമായ അവസ്ഥയാണ് ഹഖീഖത്ത് എന്ന് പറയുന്നത്. മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു അവിടുത്തെ അദ്കിയായിൽ പറഞ്ഞതുപോലെ വഹഖീഖത്തുൻ ലവസൂലുഹു ലിൽ മഖ്സിദി വമുശാഹദുൻ നൂറത്തജല്ലി വിഞ്ചില. ഹഖീഖത്ത് എന്നാൽ അടിമ അള്ളാഹുവിലേക്ക് പ്രയാണം ചെയ്ത് ലക്ഷ്യത്തിലേക്ക് എത്തുകയും അള്ളാഹുവിൻ്റെ സാമീപ്യം കരസ്ഥമാക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ്. മാത്രമല്ല അള്ളാഹുവിൻ്റെ പ്രത്യേകമായ പ്രകാശത്തിൻ്റെ ദർശനം അനുഭവിക്കുന്ന അവസ്ഥയുമാണ് ഹഖീഖത്ത് എന്ന് സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു പരിചയപ്പെടുത്തി. ആ ഹഖീഖത്തിൻ്റെ അവസ്ഥ വളരെ ഉന്നതമായി മേടിച്ച ആളായിരുന്നു മഹാനായ മുഹീദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു എന്നാണ് ഈ വരിയിലൂടെ ഖാദി മുഹമ്മദ് അവറുകൾ നമ്മെ പഠിപ്പിക്കുന്നത്.